നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് വൈക്കം ബീച്ചും അതുപോലെ ഈ 2024 നവംബറിൽ വൈക്കത്ത് അഷ്ടമിയോടനുബന്ധിച്ചുള്ള വൈക്കം ബീച്ച് ഫെസ്റ്റിവലുമാണ്. വൈക്കം ബീച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ബീച്ചാണ് ഇത്. വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാനായിട്ട് വളരെ ഭംഗിയേറിയ ഒരു സ്ഥലമാണിത്. ഇവിടെ കാണുന്നത് KTDCയുടെ ഒരു ഡബിൾ ഡക്കർ ബസ് കിടക്കുന്നത്. അതാണ് അവിടെ KTDCയുടെ ഒരു ക്യാൻറ്റീനായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ബീച്ചിനോട് അനുബന്ധിച്ച്. KTDCയുടെ 6ാം മോഡൽ വരെയുണ്ട്. കൂടാതെ തന്നെ അതിന് അടുത്ത് ബീച്ചിനകത്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഡബിൾ ഡക്കർ ബസ്. അതിനകത്തും ക്യാൻറ്റീനാണ്. ഇങ്ങനെ ബീച്ചിന്റെ തീരത്തോട് അനുബന്ധിച്ച് ഇതുപോലെ തന്നെ കുറെ സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോന്നും കൃത്യമായിട്ട് അവിടെ ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് വളരെ തിരക്കായിരുന്നു. തന്നെയല്ല, ഓരോ സ്റ്റാച്യുവിന്റെ താഴെയും ഇങ്ങനെ കുട്ടികളും സ്ത്രീകളും എല്ലാം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ നേരം അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. ബോട്ട് ജെറ്റിയോട് ചേർന്നാണിത്. സോളാർ ബോട്ടുകൾ ഓടുന്ന ഒരു ബോട്ട് ജെട്ടിയാണിത്. സോളാർ ബോട്ട് ജെട്ടിയാണിത്. നേരെ കാണുന്ന സ്ഥലത്താണ് ഈ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഒരു സ്റ്റോളും അതുമാതിരി കുറെ ആക്ടിവിറ്റീസും എല്ലാം ഉള്ളത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ റോബോട്ടിക് ആനിമൽ ഷോ എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. ഈ നവംബർ മാസത്തില് എന്തായാലും അത് ഷോ അവിടെ ഉണ്ടായിരിക്കും. കാണാത്തവര് അവിടെ പോകാൻ സൗകര്യമുള്ളവർക്കെല്ലാം ഈ ഷോ അവസാനിക്കുന്നതിന് മുമ്പ് പോയി കാണാവുന്നതാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാ സ്റ്റാളുകളും ഫുള്ളായിരുന്നില്ല. ഒരു എക്സിബിഷൻ ഹോൾസ് എല്ലാം. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും എല്ലാം വളരെ കൂടുതൽ തിരക്കുള്ള സമയമായിരിക്കും. കാരണം ഈ നവംബർ 23 വൈക്കത്ത് അഷ്ടമി. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ കൂടിയാണിത്. എല്ലാ വർഷങ്ങളിലും ഇതുപോലെ ഇതേ സമയത്ത് വൈക്കത്ത് അഷ്ടമിയോടനുബന്ധിച്ചുള്ള ഫെസ്റ്റിവൽസ് ഇവിടെ നടക്കാറുണ്ട്. നമ്മളിത് കണ്ടുകൊണ്ട് നടക്കുന്നതിനിടയിൽ തന്നെ ഞാൻ ഓർമ്മിക്കട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. സൂര്യാസ്തമയം കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇങ്ങനെ ഈ വൈക്കം കായലിന് ഉള്ളിലേക്ക് ഇങ്ങനെ സൂര്യൻ മറഞ്ഞു പോകുന്നത് പോലെ നമുക്ക് തോന്നും. നമുക്കിനി ഈ എക്സിബിഷന്റെ ഉള്ളിലും ഒക്കെ ഒന്ന് കയറി ചുമ്മാ ഒന്ന് കറങ്ങി കാണാം എന്തൊക്കെയാണ് സ്റ്റാളുകൾ ഉള്ളതെന്നുള്ളത്. നവംബർ 23 വൈക്കത്ത് അഷ്ടമി. ഇവിടെ സമീപവാസികൾക്കെല്ലാം കാണാത്തവർക്കാണെങ്കിൽ ഇവിടെ ചെന്ന് ഇതെല്ലാം വിശദമായിട്ട് കാണാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അല്പം ബീച്ചിന്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് നടക്കാം. ബീച്ചിന്റെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് അത്ഭുതം ഇങ്ങനെ നടന്നു കാണാം.
അങ്ങനെ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈക്കം ബീച്ചിൻ്റെ മനോഹാരിതമായ കാഴ്ചകളെല്ലാം പകർത്തണമെന്നാണ് കരുതിയത്. പക്ഷേ ഈ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. തന്നെയല്ല, സന്ധ്യ നേരത്താണ് ഞങ്ങൾ ചെന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ കാണാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.